തിരുവനന്തപുരത്ത് മാർബിൾ ദേഹത്ത് വീണ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കണ്ടെയ്നറിൽ നിന്ന് ലോഡ് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. മരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശി അഭിലിത് ബർമൻ. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഷിൻ ഡിയേഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, എങ്ങനെയാണ് ഈ ദുരന്തം, ഈ അപകടമുണ്ടായത്? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? ശ്രുതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ദേശീയപാതയിൽ ലുലു മോളിന് സമീപത്തായി തന്നെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന് ആവശ്യമായ മാർബിളുകൾ അതൊരു കണ്ടെയ്നർ ലോറിയിലാണ് എത്തിച്ചിരുന്നത്. ഈ ലോറിയിൽ നിന്നും മാർബിൾ പീസുകൾ ഇറക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരുന്നത്. 3 പേരാണ് ഈ കണ്ടെയ്നറിൽ നിന്നും ഈ മാർബിൾ പീസുകൾ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ലോഡ് ഇറക്കുന്നതിനിടെ ഒരു മാർബിൾ പീസ്, അതായത് വലിയൊരു കഷ്ണം മാർബിൾ പീസ് പൊട്ടി ഈ ദേഹത്തുകൂടെ, ഈ തൊഴിലാളികളുടെ ദേഹത്തുകൂടി വീഴുകയായിരുന്നു. പിന്നീട് ഓരോന്നോരോന്നായി ഈ തൊഴിലാളികളുടെ ദേഹത്തേക്ക് മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടിയാണ് ചാക്കയിൽ നിന്നും ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ എത്തിച്ചത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് ഈ അതിൽ കുടുങ്ങിയ ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ പിന്നീട് പോലീസ് പറയുന്നത് മരിച്ചത് പശ്ചിമ ബംഗാൾ സ്വദേശി അഭിലിത് ബർമനാണ്. 32 വയസ്സാണ്. ഇദ്ദേഹമാണ് നിലവിലിപ്പോൾ ഈ ഒരു ദാരുണമായ സംഭവത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബാക്കി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 3 പേർ കണ്ടെയ്നർ ലോറിയിൽ നിന്നും മാർബിൾ കഷ്ണങ്ങൾ താഴേക്ക് ഇറക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരുന്നത്. ആദ്യം ഈ വലിയൊരു പീസ് മാർബിൾ പൊട്ടി, തുടർന്ന് ഓരോന്നോരോന്നായി ഇതിന്റെ വെയിറ്റ് കാരണം ഈ തൊഴിലാളികൾ ഇതിന്റെ ഇടയിലേക്ക് പെട്ടാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഭിലത്ത് ബർമന്റെ ദേഹത്തു കൂടി മുഴുവനായി തന്നെ ഈ മാർബിൾ കെട്ടുകൾ അങ്ങ് അമർന്നതിന് ശേഷമാണ് അമർന്ന് അദ്ദേഹം ചതഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഏറെ പണിപ്പെട്ട് ഓരോ മാർബിൾ കഷ്ണങ്ങളായി ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച ശേഷമാണ് ഫയർഫോഴ്സിനും നാട്ടുകാർക്കും പോലീസിനും കുടുങ്ങിക്കിടന്ന ബാക്കി 2 പേരെ കൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ രക്ഷപ്പെട്ട 2 പേരുടെയും നില ഗുരുതരമാണ്. അവരുടെ ചികിത്സ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ശ്രുതി. ആഷിൻ ഡിയേഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് മാർബിൾ ദേഹത്ത് വീണ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ